ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പം നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബ്സ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടാണ് ഈ ഒരു കബ്സ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി തന്നെ ഞാൻ 2 വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിനൊന്നുകൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ പൊരിച്ചാണല്ലോ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ചെറിയ പീസാണെങ്കിൽ ചെറിയ പീസ് എടുക്കുക, വലിയ പീസാണെങ്കിൽ വലിയ പീസിലൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വെള്ളം വാറാനായിട്ട് വെച്ച ശേഷം മസാലയൊക്കെ റെഡിയാക്കി എടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചേർക്കണ്ട കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ ഉടഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ ചെറിയ പീസായ ചിക്കനൊക്കെ ആണെങ്കിൽ തീരെ ഉടഞ്ഞു പോകില്ല കേട്ടോ പൊരിച്ചിട്ട് വെക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു 3 ടീസ്പൂണ് കോൺഫ്ലോർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. 1/2 മണിക്കൂറൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. 1.5 കിലോ അരിയാണ്, നമ്മൾ റൈസാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1/2 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബസ്മതി റൈസ് എടുക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂർ കഴുകിയ ശേഷം കുതിർക്കുക. അങ്ങനെ കുതിർത്ത ശേഷം കഴുകുമ്പോൾ നമ്മുടെ ആ ഒരു അരി പൊടിഞ്ഞു പോവും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരിയാണ്. ബസ്മതി റൈസിന് നമുക്ക് വൈറ്റ് കളറിലുള്ളതും അതുപോലെ കുറച്ചൊരു ബ്രൗൺ പോലത്തെ കളറിലുള്ള അരിയൊക്കെ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതിലാറെ ഒന്നുകൂടെ ബെറ്റർ കപ്സയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ആ ഒരു ബ്രൗൺ കളർ പോലെയുള്ള അരിയാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അത് ഞാൻ കുതിർക്കാനായിട്ട് കഴിയാൻ ശേഷം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം ഇവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് കബ്സയും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ഓയിലിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത് ഈ ഓയിലിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു ഓയിലിൽ ഉള്ളതുകൊണ്ട് നമുക്കൊന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു 90% ഒക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവാള, വലിയ 2 സവാള, ചെറുതാണെങ്കിൽ 3 എടുക്കാം. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പീസ് ഇഞ്ചി, പിന്നെ ചെറിയൊരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകാണ് എടുത്തത്. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 എണ്ണം കൂടെ ഒക്കെ എടുക്കാം. ഒരു 5 പച്ചമുളകൊക്കെ എടുക്കാം. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ചെറിയ മിക്സിയുടെ ചെറിയ ചാറെടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം പച്ചമുളക് ഇഞ്ചി ഇട്ടിട്ടൊന്ന് ചതച്ചതിന് ശേഷം പിന്നെ വെളുത്തുള്ളി അത് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് അതും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നില്ല. 3 തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കബ്സയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ ആ തക്കാളി ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക്. ഇനി ഇതിൽ നിന്ന് ഓയിൽ കുറച്ച്, ഇത് മുഴുവൻ ഇതിൻ്റെ ഓയിൽ മുഴുവനായിട്ട് എടുക്കേണ്ട കേട്ടോ. ഞാനത് ചിക്കൻ 2 ബാച്ചാക്കിയിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഈ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്ക് എത്രയാണ് ആ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വേണ്ടത് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇത് ഓയിൽ എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ഓയിലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ചേർത്തിട്ടൊന്ന് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ അതും ഒന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ 3 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഏലക്കായ അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഏലക്കായ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കബ്സ മസാലയാണ് കേട്ടോ, റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന കബ്സ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിൽ മിക്സ് ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയുടെ ഇതൊക്കെ മാറുന്നവരെ തക്കാളി നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ ആ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഊറ്റിയിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് അത് വെക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ രീതിയിലാണ് നമ്മളിതിലേക്ക് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം, അപ്പോൾ ആ രീതിയിൽ ഇത് എടുക്കുക. അപ്പോൾ ഇത് ടോട്ടൽ 5 ഗ്ലാസ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 7.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ആ ഒരു ഗ്ലാസ്സിന് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉണങ്ങിയ നാരങ്ങ ഉണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ഉണങ്ങിയ നാരങ്ങ ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2, 3, 4 ഏലക്കായ കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ടതിന് ശേഷമാണ് ചേർക്കുന്നത്, മറന്നു പോയതായിരുന്നു. അപ്പോൾ 3, 4 ഏലക്കായ, പിന്നെ പട്ട വേണമെങ്കിൽ പട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പട്ടയൊന്നും ചേർക്കുന്നില്ല, ഏലക്കായ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ റൈസ് ഊറ്റി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് കറക്റ്റ് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഒരു വിസിൽ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കൊന്നും വേണ്ട, മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കബ്സയാണ്. അപ്പോൾ നമ്മൾ പൊരിക്കാതെ വെക്കുന്നതിലേറെ ഒന്നുകൂടെ ടേസ്റ്റി ആവട്ടെ ഇങ്ങനെ പൊരിച്ചിട്ട് വെക്കുന്ന സമയത്ത്. എന്നാൽ ചിക്കൻ ആണെങ്കിൽ ആ ഒരു വൈറ്റ് കളറിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ പൊരിച്ച ചിക്കൻ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്